പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിയിലാകെ ചന്തുമോളെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചന്തുമോളെക്കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത് നമ്മുടെ ആദർശും നയനയും ദേവയാനിയും മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ്. മറ്റാർക്കും ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ് അവരെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജലജ മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് ആദർശിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അച്ഛന് വലിയ വിശ്വാസമായിരുന്നല്ലോ അവൻ ചതിക്കുകയാണെന്നുള്ള സത്യം അച്ഛൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ കയ്യിലാണല്ലോ അച്ഛൻ എല്ലാ സ്വത്തുക്കളും കമ്പനിയുടെ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി എത്ര കുഞ്ഞുങ്ങൾ അവനെ തിരഞ്ഞു വരാനിരിക്കുന്നതെന്നുള്ളത് ദൈവത്തിനറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ കുറ്റപ്പെടുത്തുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിന് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശാണ് എന്നുള്ളതിന് തെളിവ് എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? വെറുതെ പറയുന്ന ആരോപണങ്ങൾ മാത്രമല്ലേ നിനക്കറിയാവുകയുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. എൻ്റെ കൊച്ചുമോൻ എന്തായാലും ഇത്തരത്തിലുള്ളൊരു ചതി ചെയ്യില്ല എന്നുള്ളത് എനിക്കുറപ്പാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അതിനെക്കൊണ്ട് അതേക്കുറിച്ചൊന്നും നീ സംസാരിക്കേണ്ട, നീ അതിന് ആളായിട്ടുമില്ല എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് എങ്ങനെ സംസാരിക്കാതിരിക്കും അച്ഛാ? അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്നൊരു കൊച്ച് കയറി വരിക, എന്നിട്ട് എല്ലാ സ്ഥാനവും ആ കൊച്ചിന് കൊടുക്കുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ നടക്കാൻ പാടില്ലാത്ത കാര്യം? എല്ലാം നടക്കാൻ പാടുള്ളത് തന്നെയാണ്. അതും ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടെ നടക്കാൻ പാടുള്ളതാണ്. നീയും നിൻ്റെ മകനും ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ നടക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മറുപടി കൊടുക്കുകയാണ് മുത്തശ്ശൻ. അങ്ങനെ പിന്നെ ജലജ മുത്തശ്ശൻ്റെ വാക്ക് കേട്ടിട്ട് ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ജലജ ജാനകിയുടെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഏതായാലും നിൻ്റെ അബിയുടെ കുഞ്ഞിനെ നീ സ്നേഹിക്കാൻ നോക്ക്, അതേ ഇപ്പോൾ നടക്കുകയുള്ളൂ. എന്നിട്ട് ആ കുഞ്ഞിനും അവർക്കുമിടയിൽ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ചന്തുമോളെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ അബിയുടെ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ജാനകി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ സ്നേഹിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. എൻ്റെ മരുമകളെ വരെ ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അവൾ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സ്ഥാനത്ത് എന്തായാലും സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ജലജ പറയുന്ന സമയത്ത് ജാനകി പറയുന്നുണ്ട്, നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ നീ എല്ലാം അനുഭവിച്ചോ. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നതൊക്കെ നമുക്ക് കണ്ടു നിൽക്കാമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, നീ പറഞ്ഞതും ശരിയാണ്. പക്ഷേ നവ്യയുടെ കുഞ്ഞിനെ സ്നേഹിക്കുക എന്നുള്ളത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ കുഞ്ഞിനെയും തള്ളയും എങ്ങനെയും ഇവിടെ നിന്ന് അടിച്ചെറുക്കാനാണ് എൻ്റെ പ്ലാനിങ് ഉള്ളത്. പക്ഷേ ആ ഒരു സമയത്താണല്ലോ ഈ ഒരു കൊച്ചിൻ്റെ കടന്നുവരവ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ്. എന്നിട്ട് ഇനിയിപ്പോൾ അബിയുടെ കുഞ്ഞിനെ സ്നേഹിക്കേണ്ടി വരുമോ എന്നുള്ള രീതിയിലൊക്കെ ജലജ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്തായാലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ നിൻ്റെ മരുമകളെയും കുഞ്ഞിനെയും നീ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആ ചന്തുമോൾക്കായിരിക്കും എല്ലാവിധ സ്ഥാനവും ഇവിടെ ഉണ്ടാവുക. പിന്നെ നീ നിൻ്റെ മരുമകൾ വന്നു കഴിഞ്ഞാൽ നിൻ്റെ മരുമകളെ പിരികയറ്റിക്കൊണ്ടിരിക്കണം. കാരണം ഫസ്റ്റത്തെ ഒരു പേരക്കുട്ടിയാണല്ലോ നവ്യയുടെ കുഞ്ഞ്. എന്തൊക്കെ പറഞ്ഞാലും അതാണല്ലോ ഫസ്റ്റത്തെ പേരക്കുട്ടി. ആ കുഞ്ഞിൻ്റെ സ്നേഹം മുഴുവൻ ചന്തുമോൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നിൻ്റെ മരുമകളെ നീ പിരികയറ്റിക്കൊണ്ടിരിക്കണം. അവൾക്ക് കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല, എളുപ്പം സാധിക്കും. പിന്നെ അവളുടെ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം എന്നുള്ളത് അവൾക്കും ആഗ്രഹമുണ്ടാവുമല്ലോ. ആ സ്ഥാനത്ത് ചന്തുമോൾക്ക് എല്ലാ സ്നേഹവും കൊടുക്കുകയാണെങ്കിൽ അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഒരു കച്ചറക്ക് സാധ്യതയുണ്ട്, നമ്മൾ അതിനാണ് നീ ശ്രമിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ജലജയും ജാനകിയും പറയുകയാണ്. അങ്ങനെ ജലജയ്ക്കും ജാനകി പറയുന്നതൊക്കെ കാര്യമാണ് എന്നുള്ളത് തോന്നുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ജാനകിയും ജലജയും ആരാണ് ഇപ്പോൾ വന്നത്? ഇങ്ങോട്ടിപ്പോൾ വരാൻ സാധ്യതയുള്ളത് ആരുമില്ലല്ലോ, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് വാ നമുക്ക് പോയി നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ജാനകിയും പോവുകയാണ്. ആ സമയത്താണ് അനഘ വന്നിരിക്കുന്നത്. പക്ഷെ അനഘയെ അവർക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അനഘയോട് ആരാ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മൂർത്തി സാറും അതുപോലെ തന്നെ നയന എന്ന് പറയുന്നവരൊക്കെ ഇല്ലേ, അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സമയത്താണ് മുത്തശ്ശൻ അവിടേക്ക് വരുന്നത്. മുത്തശ്ശൻ അനഘയെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇവിടെ? നിനക്ക് സുഖമില്ലാത്തതല്ലേ? നീ എന്തിനാ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത്? ഞാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ആരാണ്? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? എന്താ നിങ്ങൾ പറയുന്നത്? എല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്നോട് പറയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയും, ഇപ്പോൾ നീ മിണ്ടാതിരിക്കി, അകത്തോട്ട് പോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഞങ്ങൾ അകത്തോട്ട് പോകാനോ? ഏതാണ് ഈ പെൺകുട്ടി എന്നുള്ളതൊക്കെ പറഞ്ഞതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. ഇനി ഇവിടെ ഇരിക്കുന്ന ആ തലതെറിച്ച കൊച്ചിൻ്റെ അമ്മയെങ്ങാനും ആണോ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് തലതെറിച്ച കൊച്ച് എന്ന് പറയുന്നത്
നമ്മുടെ അനഘയ്ക്ക് അത്ര ഇഷ്ടമല്ല. എന്നിട്ട് അനഘ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ പറഞ്ഞത്, എൻ്റെ കുഞ്ഞിനെ തലതെറിച്ച കുഞ്ഞാണ് എന്നുള്ളതോ, നിങ്ങൾ സംസ്കാരമില്ലാത്ത സംസാരമാണ് ശീലിച്ചിരിക്കുന്നത് എന്നുള്ളത് അബി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജാകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്ത് അബി നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതോ? അബിയെ നിനക്കറിയാമോ? നീ ഏതാണ്? പിന്നെ ചന്തുമോള് നിൻ്റെ കൊച്ചാണോ? നിൻ്റെ കൊച്ച് എന്നുള്ളതല്ല ഇപ്പോൾ നീ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇവിടെ നടക്കുന്നത് എന്നൊക്കെ ആകെ ടെൻഷനോട് കൂടി ജലജ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനഘ പറയുന്നുണ്ട്, അച്ഛനോട് ചോദിക്കണ്ട, എന്താണ് നടന്നത് എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളുടെ മകനുണ്ടല്ലോ അബി എന്ന് പറയുന്നവൻ, അവൻ ഇതുവരെ എന്നെ ചതിക്കുകയായിരുന്നു. അവൻ്റെയും എൻ്റെയും കൊച്ചാണ് ചന്തുമോൾ. അല്ലാതെ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് പോലെ ആദർശേട്ടൻ്റെ കുഞ്ഞല്ല ഇത്. അബി എല്ലാവരെയും ചതിക്കുകയായിരുന്നു, നിങ്ങളുടെ മരുമകളെ പോലും ചതിക്കുകയായിരുന്നു എന്നുള്ള സത്യം അനഘ തുറന്നു പറയുകയാണ്. ഇത് കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുകയാണ് ജലജ. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, നീ കള്ളത്തരം പറഞ്ഞ് വരികയല്ലേ? ആദർശൻ്റെ കള്ളത്തരങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നെ ഇവളെ ഇറക്കിയതാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ നമ്മുടെ ജലജയോട് ചൂടാകുന്നുണ്ട്. എന്നിട്ട് ഇവൾ പറഞ്ഞതൊക്കെ സത്യമാണ്, എനിക്കാരെയും ഇറക്കേണ്ട കാര്യമില്ല. ഇത്രയും കാലം ഞാൻ ഇതൊക്കെ മറച്ചു വെച്ചത് ആ നവ്യമോൾ ഇവിടെ കയറി വരുന്ന സമയത്ത് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത്തരത്തിൽ നിങ്ങൾ ആദർശനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ട് അനഘമോൾക്ക് വരെ സഹിക്കാൻ പറ്റിയില്ല. അതാണ് ഇവൾ ഇങ്ങോട്ട് നേരിട്ട് തന്നെ വന്ന് എല്ലാ സത്യങ്ങളും പറയാൻ വേണ്ടി തീരുമാനിച്ചത്. ആദ്യം തന്നെ വരാൻ തീരുമാനിച്ചതായിരുന്നു, പക്ഷെ ഞാൻ തടഞ്ഞതായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് ഷോക്കായി നിൽക്കുകയാണ് ജലജ. എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജലജ നിൽക്കുന്നത്.